നമസ്കാരം. വെൽത്തുകുഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 20 സെൻറ്റ് സ്ഥലത്തിരിക്കുന്ന നല്ലൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പലരും ചോദിക്കാറുണ്ട് 10 സെൻറ്റ് കൂടുതലുള്ള പ്രോപ്പർട്ടി ഉണ്ടോ അല്ലെങ്കിൽ വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം 20 സെൻറ്റ് സ്ഥലത്തിലിരിക്കുന്ന നല്ലൊരു വീട് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പറ്റിയ എല്ലാ രീതിയിലുള്ള വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായ വീടുകൾ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ചാനലിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. റോഡിൽ നിന്ന് വീട്ടിലോട്ട് കയറുന്ന ഭാഗം ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. 2 സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കാണുന്ന വീടിൻ്റെ സൈഡായിട്ട് കാർ പോർച്ചാണ്. നല്ല മനോഹരമായ ഒരു കാർ പോർച്ച്, മേൽക്കൂര വാർത്തല്ല, റൂഫ് ചെയ്ത് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ചെയ്തിരിക്കുന്നത് പാനൽ വർക്കാണ്. തേക്കിൻ്റെ പാനലിംഗ് ആണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്തോട് ഒരു ഏകദേശം ഒരു 3 വിൻഡോ നമുക്ക് കാണാൻ പറ്റും. വിശാലമായൊരു കാർ പോർച്ചാണ്. 2 വലിയ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമാണ് ഇതിൻ്റെ കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് അത് തെങ്ങ്, അതുപോലെ പ്ലാവ് ആണ് അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് ധാരാളം സ്ഥലം, ആവശ്യത്തിലേറെ സ്ഥലം കിടപ്പുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. മുറ്റത്ത് പിടിച്ചിരിക്കുന്നത് കടപ്പ സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ നാച്ചുറൽ ഗ്രാസ് അല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കാർ പോർച്ചിൽ നിന്നുള്ള ഭാഗമാണ്. കാർ പോർച്ചിൻ്റെ താഴ്ഭാഗത്തുണ്ട് ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനോ പച്ചക്കറിക്കോ മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കണമെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ വീടിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 20 സെൻറ്റ് സ്ഥലമാണ്. 2900 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു നോട്ടത്തിൽ 2 നിലയാണെന്ന് തോന്നുമെങ്കിൽ പോലും ഫുൾ 2 നിലയല്ല. ഒരു റൂം മാത്രമേ നമുക്കിതിന് മുകളിലായിട്ടുള്ളൂ. ബാക്കി 3 ബെഡ്റൂമും താഴത്തെ നിലയിലാണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിൽ റൂഫ് ചെയ്ത് മോഡേൺ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കിണർ വെള്ളമാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒന്ന്. യാതൊരു വിധത്തിൽ വെള്ളത്തിന് ക്ഷാമവും ഇല്ല. വെള്ളം കയറുന്നൊരു വീടുമല്ല ഇത്. നല്ല ലൊക്കേഷനിൽ ഇരിക്കുന്ന വീടാണിത്. ഒരു സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ പാനലിംഗ് വർക്കാണ് തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കയറി വരുന്ന ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ നമുക്ക് കാണാം. മനോഹരമായ ഒരു ലിവിങ് ഏരിയയാണ്. ഫുൾ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ ഒരു പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാം. അതിൽ നമുക്ക് സീലിംഗ് LED ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചൂടും കുറയ്ക്കും. നമുക്ക് വളരെ മനോഹരമാണ് ഈ സീലിംഗ് വർക്കുകൾ ചെയ്ത് കഴിയുമ്പോൾ. മൾട്ടിവുഡിലാണ് ഇതിൻ്റെ ഈ ചെറിയൊരു പാർട്ടീഷൻ വർക്ക് അവർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല. ഇതിപ്പോൾ ലിവിങ് ഏരിയയാണ്, ഫാമിലി ലിവിങ്. അതുകൂടാതെ ഡൈനിങ്ങോട് ചേർന്നിട്ടാണ് വരുന്നത്. നല്ല വിശാലമായൊരു ഫാമിലി ലിവിങ് ആണ് കാണുന്നത്. ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇത് ചെറിയൊരു ഒരു രൂപങ്ങളൊക്കെ വയ്ക്കുന്നൊരു പ്രാർത്ഥന സൗകര്യമുള്ള പ്രാർത്ഥന റൂം പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രൂപങ്ങളോ തിരികെത്തിക്കാനുള്ള നമുക്ക് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കിച്ചൻ്റെ ഭാഗങ്ങളാണ്. കിച്ചൺ ഓപ്പൺ കിച്ചനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് കബോർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിവുഡാണ്. ഇതിൻ്റെ ഡോറെല്ലാം ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിലാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് പ്രത്യേകിച്ചുണ്ട്. നമുക്ക് കാണാൻ മനസ്സിലാക്കാം. കിച്ചനോട് ചേർന്ന് തന്നെ വർക്കിംഗ് കിച്ചനുണ്ട്. അതും മൾട്ടിവുഡിൽ ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ സാധനം സൂക്ഷിക്കേണ്ട സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ കിച്ചൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡാകുമ്പോൾ നമുക്ക് വെള്ളം വീണാലും കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ തന്നെ ചെതലിൻ്റെ പ്രശ്നങ്ങളില്ല. ഇവിടെ കിച്ചൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്.
ഈ ഭാഗത്തെല്ലാം കിച്ചൻ്റെ മുകളിൽ ഈ ഫ്രീ ആയിട്ട് ഒരു സ്പേസ് എല്ലാം അവർ കബോർഡ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സാധനങ്ങൾ നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും. ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഭാഗമാണ്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഭാഗം ഷീറ്റിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് ഓപ്പണായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ഉപകരണങ്ങളോ നിത്യോപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്നെടുക്കാൻ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനും ഇനി വേറെ കുറച്ച് തുണികൾ വേണമെങ്കിൽ വിരിക്കുന്ന സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു സ്ഥലം അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ പുറത്ത് ഭാഗം എന്ന് പറയുന്ന സ്ഥലമാണ് കിടക്കുന്നത്. ഇവിടെയാണ് പ്ലാവ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് എന്ത് വേണം കൃഷി ചെയ്യാം. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂമിന് കാണാൻ പറ്റുന്നത് 2 പാളിയുള്ള ചെറിയ ജനലും അതുകൂടാതെ ഒരു 3 പാളി ജനലുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ബെഡ്റൂമാണ് കാണുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂം 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കുളിക്കുന്നതിനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സെയിം തന്നെയാണ് ഇതിൻ്റെ കണ്ട സെയിം ബെഡ്റൂമിൻ്റെ പണികൾ തന്നെയാണ്. ഇതിൽ ചെറിയ സീലിംഗ് വർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. ഈ റൂമിലും ബെഡ്റൂമിലും ഒരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. മെയിൻ റോഡുമായിട്ട് മെയിൻ ബസ് റോഡ് 700 മീറ്ററാണ് വരുന്നത്. 20 സെൻറ്റ് സ്ഥലവും 2900 സ്ക്വയർ ഫീറ്റിനൂടെ അവർ ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. വിലയിൽ മാറ്റം വരുന്നതുമാണ്. നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ലോൺ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.